ഹായ്, ഞാൻ അനുദീപ്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സാംസിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഭയങ്കരമായി ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ നമ്മുടെ പെർഫോമൻസ് കുറവാക്കുന്നു. ഇതിൻ്റെയൊക്കെ റീസൺ നിങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ അല്ല. അത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന രീതി, നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അതൊക്കെ നമ്മുടെ എക്സാം പെർഫോമൻസിനെ വളരെ ഡീപ്പായി ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് കോഗ്നിറ്റീവ് റീ അപ്രൈസൽ എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ഒരു ഡാർക്ക് സീക്രട്ട് ആണിത്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരും, സ്ട്രെസ് വരും, ആങ്സൈറ്റി വരും. അപ്പം ബ്രെയിൻ ഇതിനെയൊക്കെ നോക്കിക്കാണുന്ന എന്തോ ഒരു ഡേഞ്ചർ, അപകടം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ബ്രെയിൻ എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ അപകടത്തിൽ നിന്നും മാറ്റി നിർത്താൻ, അതായത് സ്റ്റഡീസിൽ നിന്ന് മാറ്റി നിർത്താനായിരിക്കും ബ്രെയിൻ അപ്പോൾ ശ്രമിക്കുക. ഇവിടെയാണ് കോഗ്നിറ്റീവ് റീ അപ്രൈസൽ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് കോഗ്നിറ്റീവ് റീ അപ്രൈസൽ എന്ന് പറയുന്നത്? സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതി, അതിനെ വ്യാഖ്യാനിക്കുന്ന, ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന രീതി, ഇതിൽ ചെറിയ ചെറിയ ചില കറക്ഷൻസ് വരുത്തുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യും. പല ക്ലാസ്സുകളിലും ഇതിന് പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് നാളെ ഒരു എക്സാം ഉണ്ട്. എക്സാം എഴുതുന്നതിനെ പറ്റി നിങ്ങൾ വളരെ ആങ്ഷ്യസ് ആണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾ സ്വയം സംസാരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നാളത്തെ എക്സാം എഴുതാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എത്ര ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും? പക്ഷെ നമുക്കത് കിട്ടി. ആ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് ഞാൻ നാളെ പോകുന്നത്. അല്ലാതെ അയ്യോ നാളത്തെ എക്സാം എഴുതണമല്ലോ, ഞാൻ എന്ത് ചെയ്യും ഈശ്വരാ എന്ന് വിളിച്ചിട്ട് ആയിരിക്കരുത് അവിടെ പോകേണ്ടത്. മറ്റൊരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്നു, അതിനകത്ത് മാർക്ക് കുറയുന്നു. അയ്യോ എനിക്ക് ബുദ്ധിയില്ല, അല്ലെങ്കിൽ പഠിച്ചില്ല, അല്ലെങ്കിൽ കഴിവില്ലാത്തതുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അങ്ങനെ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? എൻ്റെ വീക്ക്നെസ്സുകൾ കണ്ടെത്താനുള്ള അവസരം എനിക്ക് കിട്ടി, അതെനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. അല്ലെ, എക്സാം എഴുതിയത് മാർക്ക് കുറഞ്ഞത് മോശപ്പെട്ടൊരു കാര്യമല്ല, നല്ലൊരു കാര്യമായിരുന്നു. അപ്പോൾ കൂടുതൽ കറക്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? എൻ്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ പറ്റി, എൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ അതെനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ മാറ്റണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഹാർഡായിട്ടുള്ളൊരു സബ്ജക്റ്റ്, അത് വളരെ ഹാർഡാണെന്ന് ചിന്തിക്കുന്നതിന് പകരം അത് നമുക്ക് ഗ്രോ ചെയ്യാനും നമുക്ക് നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യാനും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കും. പൊതുവേ കുട്ടികൾ ചെയ്യുന്നത് ഈ നെർവസ്നെസ്, ആങ്സൈറ്റി ഒക്കെ കൂടുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തും. അതിന് ആവശ്യമില്ല. നിങ്ങൾ നെർവസ് ആവുന്നതിൻ്റെ അർത്ഥം യു കെയർ ടു മച്ച്. നിങ്ങൾ അതിനു വേണ്ടി അത്രയും കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിനു വേണ്ടി അത്രയും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ഉദാഹരണം. ആ എനർജിയെ നമുക്ക് പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു ടെക്സ്റ്റ് ബുക്ക് 200 പേജ് വായിക്കാനുണ്ടെന്ന് ഇരിക്കട്ടെ. അയ്യോ 200 പേജ് എങ്ങനെ വായിച്ച് തീർക്കും എന്നതായിരിക്കരുത് നമ്മുടെ ചിന്ത. ദിവസം 10 പേജ് വെച്ച് വായിച്ചാൽ 20 ദിവസം കൊണ്ട് സംഭവം തീരും. നിസ്സാരം. അങ്ങനെ വേണം നമ്മൾ അതിനെ ചിന്തിക്കാൻ. ഇതിന്റെ ഒരു ന്യൂറൽ സയൻസ് എന്താ? നമ്മുടെ തലച്ചോറിൽ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മുടെ ലോജിക്സ്, കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ സർപ്രൈസ് ചെയ്യില്ല, ഇമോഷൻസിനെ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ ലോജിക്കൽ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ഡൊമിനേറ്റ് ചെയ്യും. നമ്മൾ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതിന് പകരം കാര്യങ്ങളെ വ്യക്തമായും യുക്തിപരമായും കാണും. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ ഉണർത്താനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്യാം. ഞങ്ങളുടെ ഡിഗ്രി ലെവൽ PSC ബാച്ചസിലും 10th +2 ലെവൽ PSC എക്സാംസിനും ഒക്കെ ഞങ്ങൾ ഈ രീതിയിൽ കുട്ടികളുടെ മെന്റൽ ഹെൽത്തും കൂടെ ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. വളരെ അഫോർഡബിൾ ആയ ഫീസിലുള്ള ആ കോഴ്സുകളെ പറ്റി അറിയാനായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വലിയ അവസരങ്ങളാണ് അടുത്ത വർഷം വരാനിരിക്കുന്നത്. ഒരു മാസ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ അവസരം ആരും പാഴാക്കാതിരിക്കുക. സോ കോഗ്നിറ്റീവ് റീ അപ്രൈസൽ, ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ ഒരു സുഹൃത്തിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊപ്പം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.